ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഡൽഹിയിൽ നിന്ന് വണ്ടി റെന്റിന് എടുക്കാൻ വന്നാട്ടാ. ഈ ചെങ്ങായിന്റെ പാന്റിന്റെ ഉള്ളിൽ ആരോ തുകന്റെ വെച്ചാണ്ട് പണി എടുത്തോണ്ട് വന്നിട്ടാ. ഞാൻ വന്നപ്പോ തുടങ്ങി നമ്മളെ നാട്ടിലെ ബംഗാളികളൊക്കെ തെങ്ങിന് തടം തുടക്കണായിരോ ഇങ്ങനെ കീശയെ കൈയിട്ടാണ്ട് മാന്താണ്. നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല എന്നോന്റെ വിചാരം. ഒരാൾക്ക് വണ്ടി റെന്റിന് എടുക്കുമ്പോ എങ്ങനെയാണ് കൊടുക്കല്? അയിമല്ലാതെ മുഴുവൻ പ്രാവും കാട്ട. ഞാൻ അവന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, പ്രാവും കാട്ടാണോ ഡൽഹി? അപ്പൊ എല്ലാന്നും പറഞ്ഞിട്ടാ. അത് കേട്ടപ്പോ സമാധാനം. ഞാൻ ഈ വണ്ടി തിരിച്ചു കൊടുക്കുമ്പോ കുറച്ച് ചാണം മുക്കിയാണ്ട് അയിമേൽ ഓക്കെ അനാസിന് എഴുതിയിട്ടേ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ സൗദിന്ന് ആരെയും വരുമ്പോ കുറച്ച് ഒട്ടകത്തിന്റെ കാട്ടം കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ജ്യൂസ് അടിച്ചാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാണ്ട് അയിമക്കൂടെ പാർന്നാണ്ട് കൊടുക്കുള്ളൂ. അത്രക്കും ദേഷ്യമുണ്ട് എനിക്ക്. വണ്ടി ഇട്ട് സന്തോഷത്തിലേ ഞാൻ ഓന്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞ് ചിരിക്കാൻ പറഞ്ഞു, പല്ലായിട്ട് ചിരിക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ എത്രയായിട്ട് പല്ലായിട്ട് ചിരിക്കില്ല. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായത്, ഓൻ പല്ലായിട്ട് ചിരിച്ചിട്ടുണ്ടെങ്കിലേ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയമാതിരി ആ തമ്പാക്ക് ഒന്നായിട്ട് എന്റെ കാൽമക്കാണ്ട് പോകും. വണ്ടിയൊക്കെ കിട്ടിയപ്പോ മൂത്രയ്ക്കാൻ അങ്ങോട്ട് മുട്ടി മമ്മൂട്ടിയായി നിൽക്കുമ്പോഴാണ് ബാത്റൂമിന്റെ അവിടെ ഫുള്ള് അൽമറ കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇന്ത്യക്കാരെല്ലാവരും പെരന്റെ ഉള്ളിലല്ല അൽമറ വെക്കല്, പുറത്ത് വെച്ചാണ്ട് ഇവിടെ ഒന്നാണ്ട് മാറ്റി പോലാന്ന്. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് വെറുതെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ബാത്റൂമാണ്. എന്തായാലും ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ അതേമാതിരി അൽമറന്റെ ഉള്ളിലൊക്കെ മൂത്രയിക്കുന്ന സെറ്റപ്പ്. തിരിച്ചു പോകുമ്പോ രാത്രി ആയിട്ടാ ഈ പെണ്ണ് നോക്കിയാണ്ട് രണ്ട് പിച്ചക്കാരെ കൈമ ഫോൺ കൊടുത്തുകൊണ്ട് ഈ ട്രാഫിക്കിൽ വണ്ടി നിർത്തിയിട്ട് ഇതിന്റെ മുമ്പ് നിന്നാണ്ട് അത് റീൽസ് ചെയ്യണം. അതിലുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൽ വന്ന് ഡാൻസ് കളിക്കണേ. പിറ്റേ ദിവസം ഉണ്ടാവും ഫേസ്ബുക്കിലെ അമ്മാവന്മാര്, അങ്ങാടിയിലെ അമ്മാവന്മാര് മടക്കത്തും കുത്തിയാണ്ട് തൊടമല് രണ്ട് അടി അടിച്ചാണ്ട് ഓളെ പേറ്റ തന്നെയാണോ ഓളെ താന്തന്റെ പേരെന്താന്ന് ചോദിച്ചാണ്ട് വരുന്നേ. പിന്നെ ഓളെ കല്യാണം ശരിയാണെങ്കിൽ ചൊവ്വേ പോയി പേരെടുക്കേണ്ടി വരും മിക്കവാറും.